പൊതുസ്ഥലങ്ങളിൽ തെരുവ് നായ്ക്കളുടെ ആക്രമണ ഭയമില്ലാതെ സ്വതന്ത്രമായി സഞ്ചരിക്കുക എന്നത് പൗരന്റെ മൗലികാവകാശമാണെന്ന് സുപ്രീം കോടതി. തെരുവ് നായശല്യം നിയന്ത്രിക്കുന്നതിനായി കേന്ദ്ര ആനിമൽ വെൽഫെയർ ബോർഡ് പുറപ്പെടുവിച്ച സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജികൾ കോടതി തള്ളി. ജസ്റ്റിസ് വിക്രംനാഥ് അധ്യക്ഷനായ ബെഞ്ചാണ് ചൊവ്വാഴ്ച ഈ സുപ്രധാന വിധി പ്രസ്താവിച്ചത്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 21 പ്രകാരം അന്തസ്സോടെ ജീവിക്കാനുള്ള അവകാശത്തിൽ ഭയരഹിതമായി പൊതുസ്ഥലങ്ങളിൽ സഞ്ചരിക്കാനുള്ള അവകാശവും ഉൾപ്പെടുന്നു. നായ്ക്കളുടെ കടിയേൽക്കുമെന്ന ഭീതിയിൽ ജീവിക്കേണ്ടി വരുന്നത് പൗരന്റെ മൗലികാവകാശ ലംഘനമാണ്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കുട്ടികളും വയോധികരും തെരുവ് നായ്ക്കളുടെ ക്രൂരമായ ആക്രമണത്തിന് ഇരയാകുന്ന വാർത്തകൾ കോടതി ഗൗരവത്തോടെ കാണുന്നു. വിമാനത്താവളങ്ങളിലും റെയിൽവേ സ്റ്റേഷനുകളിലും പോലും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നത് സുരക്ഷാ വീഴ്ചയുടെ ആഴം വ്യക്തമാക്കുന്നു. വന്ധ്യീകരണവും വാക്സിനേഷനും സമയബന്ധിതമായി നടപ്പിലാക്കുന്നതിൽ സംസ്ഥാന സർക്കാരുകളും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളും പരാജയപ്പെട്ടു. മുൻകൂട്ടി കാണേണ്ട പ്രശ്നത്തിൽ ഇപ്പോൾ പ്രതിരോധം എന്നതിലുപരി ഒരു പ്രതിസന്ധി എന്ന നിലയിലാണ് അധികൃതർ പ്രവർത്തിക്കുന്നതെന്ന് കോടതി കുറ്റപ്പെടുത്തി. രാജ്യത്തെ നായ്ക്കടിയേറ്റ കേസുകളുടെ കണക്കുകൾ കോടതി വിധിയിൽ എടുത്തു പറഞ്ഞു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആശുപത്രികൾ, കായിക സമുച്ചയങ്ങൾ, ബസ് സ്റ്റാൻഡുകൾ, റെയിൽവേ സ്റ്റേഷനുകൾ എന്നിവിടങ്ങളിൽ നിന്ന് തെരുവ് നായ്ക്കളെ അടിയന്തരമായി നീക്കം ചെയ്യണം. ഇവയെ നിശ്ചിത ഷെൽട്ടറുകളിലേക്ക് മാറ്റണം. ഓരോ ജില്ലയിലും കുറഞ്ഞത് ഒരു വന്ധ്യീകരണ വാക്സിനേഷൻ കേന്ദ്രമെങ്കിലും സജ്ജമാക്കണം. എല്ലാ സർക്കാർ ആശുപത്രികളിലും ആന്റി റാബീസ് വാക്സിനുകളും ഇമ്മ്യൂണോ ഗ്ലോബുലിനും ആവശ്യത്തിന് ലഭ്യമാണെന്ന് ഉറപ്പുവരുത്തണം. വന്ധ്യീകരണം നടത്തിയ നായ്ക്കളെ തിരികെ അതേ സ്ഥലത്ത് തന്നെ വിടണമെന്ന മുൻപത്തെ രീതിയിൽ നിന്ന് മാറി സുരക്ഷിതമായ ക്രമീകരണങ്ങൾ ഒരുക്കാൻ കോടതി നിർദ്ദേശിച്ചു. തെരുവ് നായ്ക്കളുടെ വർധനവ് തടയാൻ ശാസ്ത്രീയമായ വന്ധ്യീകരണവും കൃത്യമായ വാക്സിനേഷനും നടപ്പിലാക്കാൻ സന്നദ്ധ സംഘടനകളും സർക്കാരും സഹകരിക്കണമെന്ന് കോടതി ആവശ്യപ്പെട്ടു.